ഈ പുണ്യ റമദാനിലെ പരീക്ഷണത്തിൻ്റെ നാളുകളിലെ നമ്മുടെ 5ാമത്തെ അന്നദാനത്തിന് സ്പോൺസർ ചെയ്തത് ഷെരീഫ് ഭായ് ആണ്. ഷെരീഫ് ഭായ് പറഞ്ഞത് 40 വീടുകളിലേക്ക് 5 കിലോ അരി വീതം കൊടുക്കണം എന്നാണ്. നമ്മളത് കൃത്യമായി 40 വീടുകളിലേക്കും പോയി അവരെ ടോക്കൺ ഏൽപ്പിച്ച് അവർ വരുമ്പോൾ അവർക്ക് ഈ 40 ആളുകൾക്കും ആ കുടുംബത്തിലെ മുതിർന്ന ആളുകളാണ് വരിക, അവർക്ക് നമ്മളത് ഏൽപ്പിക്കുകയാണ്. ഇത് കൊണ്ടുപോയി കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. പക്ഷേ ചോദിക്കുന്നവർ ചോദിക്കട്ടെ, 40 വീടുകളിലേക്ക് 40 × 5 കിലോ അരി, ഇത്രയും അരി തലയിലേറ്റി കൊണ്ടുപോകാൻ ഒരുപാട് ദൂരം പോകണം. ഓരോ വീടുകളും ചിലപ്പോൾ ദൂരെ ഒക്കെ ആയിരിക്കും. അതങ്ങനെ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റായികയൊന്നുമല്ല, സമയം ഒരുപാട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവർക്കാകുമ്പോൾ ഒരു പ്രാവശ്യം വന്നാൽ മതിയില്ല, ഞാനിത് 40 പ്രാവശ്യം ഈ അരിയും കൊണ്ട് പോകണ്ടേ. അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വിളിച്ചത്. നമ്മൾ കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെയും ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ സ്കൂട്ടറിൽ വെച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില ഏരിയയിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും അർഹരായ ആളുകൾക്കാണ് നമ്മൾ ടോക്കൺ കൊടുക്കുന്നത്. നമ്മൾ അരിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഒന്നിച്ച് വന്നിട്ട് അർഹത ഉള്ളവരും ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ കയ്യൂക്കുള്ള ഒരു കാര്യക്കാരെന്നുള്ള നിലയിലേക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ സ്വകാര്യമായി കണ്ട് അവരോട് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ തികച്ചും അർഹരായ ആളുകൾക്ക് ഒരു പ്രശ്നമില്ലാതെ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഓരോ വീടുകളിലേക്കും പോകുമ്പോൾ അവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഏതെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതൊന്നും ബന്ധമില്ലാത്ത വല്ലവരൊക്കെ വീഡിയോയിൽ വന്നുപെടും. അപ്പോൾ അവർ പിന്നീട് വിളിച്ചിട്ട് പറയും നമ്മൾ ആ വീഡിയോയിലുണ്ട്, അതുകൊണ്ട് ആ വീഡിയോ മുഴുവനും ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കൊടുക്കേണ്ടി വരും. എന്തായാലും സർവശക്തനായ നാഥൻ ഈ ഷെരീഫ് ഭായ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം അദ്ദേഹത്തിന് ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും അതുപോലെ പരലോകത്ത് അദ്ദേഹത്തിന് ഉന്നത സ്ഥാനം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൽക്കർമ്മം നിർവഹിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. നാളെ നിങ്ങളുടെ പേരിൽ ഇതുപോലെ അന്നദാനം നമുക്കിവിടെ നിർവഹിക്കാൻ സാധിക്കും. ഓരോ നോമ്പ് സമയത്തും വ്രത സമയത്തും നമ്മളിതുപോലെ ചെയ്യാറുണ്ട്. അതുപോലെ അതല്ലാത്ത സമയത്തും നമ്മളിതുപോലെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ഒരാഗ്രഹം മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ഒന്ന് വിളിക്കാൻ മറക്കണ്ട. എൻ്റെ നമ്പർ ഇതിന് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും ഈ വീഡിയോ പല ആളുകൾക്കും അർഹതപ്പെട്ട ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നവർക്കും ഒക്കെ നൽകട്ടെ. കാരണം നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ടും പലർക്കും ഇത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഇതുപോലെയുള്ള അന്നദാനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ 5 വർഷമായി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതുവരെ ഒരു ബാഡ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മളത് തന്നിട്ട് ചെയ്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് കാരണം നമ്മൾ വളരെ കർക്കശമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഹാരിസ് രാജ് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കട്ടെ.